അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര എൻ്റർടൈനിങ് ആണ്, കോമഡിയാണ്, പെർഫോമൻസ് എല്ലാം പൊളി. സൂപ്പറായിട്ട് കോമഡി ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ആ ഒരു 2 ഫേസ് ഉണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാർ അനുഭവിക്കുന്നതും പേഴ്സണൽ ഇമോഷൻസ് ഒരു സിനിമയ്ക്കുള്ള സിനിമകൾ പല കണ്ടിട്ടുണ്ടെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ലൈഫിൽ കാര്യങ്ങൾ ഇൻ ഡെപ്ത് പറയണ പോലെ അപ്സ് ആൻഡ് ഡൗൺസ് പറയുന്നതിൽ ലാൽ ജൂനിയർ ഇങ്ങനെ പ്രതീക്ഷ നമ്മൾ സിനിമ പ്രതീക്ഷയില്ല. ട്രെയിലർ കണ്ടപ്പോൾ ഒരു വൈബ് പടമായിരിക്കുന്ന ശേഷം, പക്ഷെ അങ്ങനെയല്ല, കുറച്ച് സീരിയസ് ആണ് പടം. നല്ല രീതിയിൽ പെർഫോമൻസ് നോക്കുന്നുണ്ട്. പടം പറഞ്ഞാൽ ടോവിനോട് ബയോപിക്കിൽ പറയാം. ടോവിനോട് യഥാർത്ഥ സ്വഭാവം കാണിക്കണം, പേഴ്സണൽ സ്വഭാവം, മെത്തേഡ് ആക്ടിങ് കാണിക്കണം, ബോൺ ആക്ടിങ് അല്ല. സിനിമയ്ക്കുള്ള സിനിമയാണ്, എൻ്റർടൈനറാണ്, ലാഗ് അങ്ങനൊന്നുമില്ല. നല്ല സിനിമയായിരുന്നു. ആക്ടിങ് വൈസ് എല്ലാവരും അടിപൊളി പെർഫോമൻസ് ചെയ്തായിരുന്നു. എസ്പെഷ്യലി ടോവിനോ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആക്ടിങ്. ഗംഭീരം, ഒന്നും പറയില്ല. ടോവിനോടെ കംബാക്ക് അൺഎക്സ്പെക്ടഡ് പടം വെച്ചാൽ നമ്മൾ ഇത്ര ഞാൻ പ്രതീക്ഷയില്ല പടം ഇത്ര. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, സെക്കൻഡ് ഹാഫ് കിട്ടില്ല. ടോവിനും ഷോബിനൊക്കെ കോമ്പിനേഷൻ കൂടി ഒരു രക്ഷയില്ല. യൂത്തിന് കിട്ടിക്കാച്ച സാധനം, ഒന്നും പറയല്ലോ, ഒന്നും വേറെ ലെവലായിട്ടോ, വേറെ ലെവൽ സൂപ്പർ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്റർവെൽ വരെ പോയത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അത്രയും നൈസ് സിനിമ. എന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട സൗബിൻ്റെ അഭിനയം എടുത്തു പറയാനുണ്ട്. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനിങ് അടിപൊളി. എന്ന് വെച്ചാൽ നമുക്കൊരു കളർഫുൾ പടം. ടോവിനെ തകർത്തു, ഒന്നും പറയാനുണ്ട്. സൂപ്പർ പടം. ഡയറക്ഷൻ അടിപൊളി, ഒരു കൈയടക്കമുള്ള ഡയറക്ഷൻ. നല്ല ദിവസം കണ്ടോണ്ടിരിക്കാൻ എക്സ്പീരിയൻസ്. ജീൻ ചേട്ടൻ്റെ ആയതുകൊണ്ട് ആ ഒരു കോമഡി സാധനമൊക്കെ ഒരു ഹണി ബി ടച്ച് ഒക്കെ വന്ന പോലെ തോന്നി. മൊത്തത്തിൽ അടിപൊളിയാണ്. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു ചേഞ്ച് ഉണ്ട്. ഒരു സൂപ്പർ സ്റ്റാർ എന്നൊരു നല്ലൊരു മനുഷ്യനിലേക്കും ഒരു നായകനിലേക്കും ആ ചേഞ്ച് ആവാനുള്ള ഒരു കാരണം അത് നമ്മൾ എന്റർടൈനർ. ടോവിനോ അടിപൊളിയായിരുന്നു, നല്ല ആക്ടിങ്, എല്ലാവരും നല്ലൊരു ട്രാൻസിഷൻ ഉണ്ട്. മാസ് എന്ന് പറഞ്ഞാൽ പോരാ, മരണ മാസ്. It's going to be a hit.